ഹായ്, വെൽക്കം ടു ഓൾ. ഗോസ്റ്റ് ആൻഡ് സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആക്റ്റീവ് ഗാലക്സീസ്. വാട്ട് ആർ ആക്റ്റീവ് ഗാലക്സീസ്? Active galaxies are galaxies that have a small core of emission embedded at the center of an otherwise typical galaxy, and an active galaxy emits intense light or radiations coming from its nuclei. This is an artist's concept of a central region of an active galaxy. ഒരു ആക്റ്റീവ് ഗാലക്സിയുടെ സെൻട്രൽ റീജിയനിൽ നിന്ന് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ലൈറ്റോ അല്ലെങ്കിൽ മറ്റു റേഡിയേഷൻസോ പുറത്തേക്ക് വരുന്നുണ്ട്. അത് അതിൻ്റെ ന്യൂക്ലിയയിൽ നിന്ന്. അതിൻ്റെ ന്യൂക്ലിയയുടെ പേരാണ് ആക്റ്റീവ് ഗാലക്റ്റിക് ന്യൂക്ലിയൈ. വാട്ട് ഈസ് an active galactic nucleus? An active galactic nucleus is a compact region at the center of a galaxy that has a much higher than normal luminosity over at least some portion of the electromagnetic spectrum, with characteristics indicating that the luminosity is not produced by stars. അതായത് ഒരു ആക്റ്റീവ് ഗാലക്റ്റിക് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ഗാലക്സിയുടെ സെൻട്രലിലുള്ള ഒരു കോമ്പാക്ട് റീജിയൻ ആണ്. ഈ ഒരു കോമ്പാക്ട് റീജിയൻ പുറത്തുവിടുന്ന ലുമിനോസിറ്റി എന്ന് പറയുന്നത് മറ്റു ഗാലക്സീസ് പുറത്തുവിടുന്ന ലുമിനോസിറ്റി അപേക്ഷിച്ച് വളരെ ഹയർ ഇൻറ്റൻസ് ആണ്. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ലുമിനോസിറ്റിനെ പുറത്ത് വിടുന്നത്. അതും ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ കുറച്ച് പോർഷൻസിലെ റേഡിയേഷൻസ് ആണ് പുറത്ത് വിടുന്നത്. അതും വളരെ ഇൻറ്റൻസ് ആയ റേഡിയേഷൻസ് ആണ്. ഈ റേഡിയേഷൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് നടത്തിയപ്പോൾ അതിൽ നിന്ന് ലഭ്യമായ എന്താണെന്ന് വെച്ചാൽ ഈ ലുമിനോസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു ഗാലക്സിയിലെ സ്റ്റാർസ് അല്ല ഈ ലുമിനോസിറ്റിക്ക് കാരണം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ദെൻ ദിസ് ഈസ് ആൻ ഇല്ലസ്ട്രേഷൻ വിച്ച് ഷോസ് ദ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ആൻ ആക്റ്റീവ് ഗാലക്റ്റിക് ന്യൂക്ലിയസ്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഒരു ആക്റ്റീവ് ഗാലക്സിയുടെ സെൻറ്റർ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ഹോളാണ്. ആ ബ്ലാക്ക് ഹോളിന് ചുറ്റും അക്രീഷൻ ഡിസ്ക് ഉണ്ട്. ഈ അക്രീഷൻ ഡിസ്ക് മൂലം ഒരു ടോറസ് ഓഫ് ന്യൂട്രൽ ഗ്യാസ് ആൻഡ് ഡസ്റ്റ് ഇതിന് ചുറ്റും റൊട്ടേറ്റ് അല്ലെങ്കിൽ റിവോൾവ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ സെൻട്രലിൽ നിന്ന് പെർപെൻഡിക്കുലർ പ്ലെയിനായിട്ട് ഒരു റിലേറ്റിവിസ്റ്റിക് ജെറ്റ് പോകുന്നുണ്ട്. ഗ്യാസിൻ്റെയും റേഡിയേഷൻ്റെയും എനർജിയുടെ റിലേറ്റിവിസ്റ്റിക് ജെറ്റ് പുറത്തേക്ക് വിടുന്നുണ്ട്. ടൈപ്സ് ഓഫ് ആക്റ്റീവ് ഗാലക്സീസ്. There are 4 main types of active galaxies: Seyfert galaxies, radio galaxies, quasars and blazars. 4 തരം ആക്റ്റീവ് ഗാലക്സീസ് ആണുള്ളത്. ആ 4 എണ്ണമാണ് സെയ്ഫർട്ട് ഗാലക്സീസ്, റേഡിയോ ഗാലക്സീസ്, ക്വസാസ് ആൻഡ് ബ്ലേസാസ്. എന്താണ് സെയ്ഫർട്ട് ഗാലക്സീസ്? സെയ്ഫർട്ട് ഗാലക്സീസ് ആർ വൺ ഓഫ് ദ 2 ലാർജസ്റ്റ് ഗ്രൂപ്പ്സ് ഓഫ് ആക്റ്റീവ് ഗാലക്സീസ് അലോങ് വിത്ത് ക്വസാസ്. ഈ സെയ്ഫർട്ട് ഗാലക്സീസ് എന്ന് പറയുന്നത് മറ്റു സാധാ ഗാലക്സികൾ പോലെ തന്നെ, നമ്മുടെ ഗാലക്സികൾ പോലെ തന്നെ എലിപ്റ്റിക്കലോ അല്ലെങ്കിൽ സ്പൈറലോ ഗാലക്സികളായി കാണാൻ പറ്റും. പക്ഷേ ഇതൊരു ആക്റ്റീവ് ഗാലക്സിയാണ്. അതിനർത്ഥം ഇതിൻ്റെ ലുമിനോസിറ്റി എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ സെൻട്രലിൽ നിന്നാണ്. സെൻട്രൽ റീജിയൻ, അതായത് ആക്റ്റീവ് ഗാലക്റ്റിക് ന്യൂക്ലിയസിൽ നിന്നാണ് ഇതിൻ്റെ ഭൂരിഭാഗം 90% ലുമിനോസിറ്റിയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും വളരെ ഹൈ ഇൻറ്റൻസ് ആയിട്ടുള്ള റേഡിയേഷൻസ് ആണ്. വാട്ട് ഈസ് റേഡിയോ ഗാലക്സീസ്? Radio galaxies are type of active galactic nuclei that are very luminous at radio wavelengths with the luminosities up to 10⁻39 watt between 10 MHz and 100 GHz. അതായത് റേഡിയോ ഗാലക്സി എന്ന് പറയുന്നത് മറ്റൊരു ടൈപ്പ് ഓഫ് ആക്റ്റീവ് ഗാലക്റ്റിക് ന്യൂക്ലിയൈ ആണ്. അതായത് ഇതിൻ്റെ ലുമിനോസിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ആയിട്ടുള്ളത് റേഡിയോ വേവ്ലെങ്സിലാണ്. അതായത് ഇതിൻ്റെ ലുമിനോസിറ്റീസ് എന്ന് പറയുന്നത് 10⁻39 വാട്ട് വരെ പോകും. അതായത് വളരെ വലിയ ലുമിനോസിറ്റി, അത് ഇൻറ്റൻസ് ആയിട്ടുള്ള റേഡിയേഷനാണ് ഇത് പുറത്ത് വിടുന്നത്. ഇതിൻ്റെ മെയിൻ റേഡിയേഷൻ എന്ന് പറയുന്നത് റേഡിയോ വേവ്ലെങ്സിൽ നിന്ന് വരുന്ന വേവ്സ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ റേഡിയോ ഗാലക്സീസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് എ പിക്ചർ ഓഫ് എ റേഡിയോ ഗാലക്സി. ക്വസാസ്. വാട്ട് ആർ ക്വസാസ്? Quasi-stellar radio sources, abbreviated quasars, are the most dynamic, energetic and far-off objects in active galaxies. അതായത് ഈ ക്വസാസിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ക്വാസി സ്റ്റെല്ലാർ റേഡിയോ സോഴ്സസ് എന്നാണ്. ഇതിൻ്റെ ഒരു അബ്രിവേറ്റഡ് ഫോമാണ് ക്വസാസ് എന്ന് പറയുന്നത്. ഈ ക്വസാസ് ആണ് നമ്മുടെ ഗാലക്സീസിലെ ഏറ്റവും ഡൈനാമിക്കും എനർജറ്റിക്കുമായിട്ടുള്ള ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ഗാലക്സി എന്ന് പറയുന്നത്. വളരെ എനർജറ്റിക്കാണ് ഈ ഒരു ക്വസാസ് എന്ന് പറയുന്നത്. Blazars. A blazar is an active galactic nucleus with a relativistic jet directed very nearly towards an observer. ഒരു ബ്ലസാർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ക്വസാർ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ റിലേറ്റിവിസ്റ്റിക് ജെറ്റ്, അതായത് ഇത് പുറത്ത് വിടുന്ന ജെറ്റ് ഓഫ് ഗ്യാസ്, ഡസ്റ്റ്, എനർജി എന്നൊക്കെ പറയുന്ന ഈ ഒരു ജെറ്റ് എന്ന് പറയുന്നത് ഒബ്സർവറുടെ നേരെ വരുമ്പോഴാണ് അതിനെ നമ്മൾ ബ്ലസാർ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നേരെ, അതായത് എർത്തിന് നേരെ ഇതിൻ്റെ ജെറ്റ് വരുമ്പോഴാണ് ഇതിനെ നമ്മൾ ബ്ലസാസ് എന്ന് വിളിക്കുന്നത്. ഇതും ബേസിക്കലി ഒരു ക്വസാർ തന്നെയാണ്. അതിനർത്ഥം ഇതും വളരെ എനർജറ്റിക്കും ഡൈനാമിക്കുമാണ്. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്റ്റീവ് ഗാലക്സി ആൻഡ് എ നോർമൽ ഗാലക്സി?
In normal galaxies like our Milky Way, most of the light radiation comes from the stars in visible wavelengths and almost evenly distributed throughout the galaxy. But in active galaxies, we see intense light comes from its nuclei. It releases up to 1,000 times more energy than a normal galaxy. Most of this energy is released not in a visible light, but in other wavelengths such as radio waves to gamma rays. അതായത് നമ്മുടെ മിൽക്കി വേ പോലെയുള്ള നോർമൽ ഗാലക്സീസിൽ അത് പുറത്ത് വിടുന്ന മോസ്റ്റ് ഓഫ് ദ ലൈറ്റ് റേഡിയേഷൻ എന്ന് പറയുന്നത് സ്റ്റാർസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും വിസിബിൾ വേവ്ലെങ്സ് ആണ് ഭൂരിഭാഗം സാധ്യത. മാത്രമല്ല ഈ ഒരു ലൈറ്റ് റേഡിയേഷനിൽ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗാലക്സിയിൽ ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ആണ് ത്രൂ ഔട്ട് ദ ഗാലക്സി. അതായത് നമ്മുടെ ഗാലക്സി മുഴുവനായിട്ടാണ് ഈ ഒരു ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടറുമാണ്. ബട്ട് ഇൻ ആക്റ്റീവ് ഗാലക്സീസ് വി സി ഇൻറ്റൻസ് ലൈറ്റ് കം ഫ്രം ഇറ്റ്സ് ന്യൂക്ലിയസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്റ്റീവ് ഗാലക്സീസിൽ ഇതിൻ്റെ ലൈറ്റ് ഇൻറ്റൻസ് ആയിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ആക്റ്റീവ് ഗാലക്റ്റിക് ന്യൂക്ലിയസിൽ നിന്നാണ്. അപ്പം ഇതിൻ്റെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലൈറ്റും ഇൻറ്റൻസ് ആയിട്ട് ലൈറ്റ് പുറത്തേക്ക് വരുന്നത് ആക്റ്റീവ് ഗാലക്റ്റിക് ന്യൂക്ലിയ അതായത് അതിൻ്റെ ന്യൂക്ലിയസിൽ നിന്നാണ്. മറ്റേ നോർമൽ ഗാലക്സി എന്ന് പറയുന്നത് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ന്യൂക്ലിയസിൽ നിന്നാണ് ലൈറ്റ് പുറത്തേക്ക് വരുന്നത്. മാത്രമല്ല ഇത് പുറത്ത് വിടുന്ന ലൈറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് 1,000 times മോർ ദാൻ എ നോർമൽ ഗാലക്സിയാണ്. ഒരു നോർമൽ ഗാലക്സി പുറത്ത് വിടുന്ന ലൈറ്റിനേക്കാൾ 1,000 times മോർ എനർജി ഉള്ള റേഡിയേഷനാണ് ഇത് പുറത്ത് വിടുന്നത്. മാത്രമല്ല ഈ ഒരു എനർജി എന്ന് റിലീസ് ചെയ്യുന്ന ലൂമിനോസിറ്റി അല്ലെങ്കിൽ ഈ ഒരു റിലീസ് ചെയ്യുന്ന വേവ്ലെങ്സ് എന്ന് പറയുന്നത് ഒരു വിസിബിൾ ലൈറ്റ് തന്നെ ആവണമെന്നില്ല. വിസിബിൾ ലൈറ്റിലല്ല ഭൂരിഭാഗവും പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ്ലെങ്സ് എന്ന് പറയുന്നത് റേഡിയോ വേവ്സ് മുതൽ ഗാമ റേസ് വരെയുള്ള വേവ്ലെങ്സിലുള്ള റേഡിയേഷൻസ് ആണ് പുറത്ത് വിടുന്നത്. Then, what causes active galaxies to produce such an energetic output? The activity of these galaxies are driven by a supermassive black hole at its center. Most of the galaxies have the same, but in active galaxies, the supermassive black hole is an accreting material from the galaxy's central region. As the materials from accretion disk fall into area around black hole, it heats up to millions of degrees of Kelvin and it accelerates outwards into jets. അതായത് ഒരു ആക്റ്റീവ് ഗാലക്സി എന്തുകൊണ്ടാണ് ഇത്രയ്ക്കും എനർജറ്റിക് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് തരുന്നത്? അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ആക്റ്റീവ് ഗാലക്സീസിൻ്റെ ആക്ടിവിറ്റി ഡ്രൈവ് ചെയ്യുന്നത് ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളാണ് അതിന് സെൻട്രൽ. അത് ഭൂരിഭാഗം നമ്മുടെ ഗാലക്സീസിൻ്റെയും സെൻറ്റർ എന്ന് പറയുന്നത് ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ തന്നെയാണ്. ബട്ട് ആക്റ്റീവ് ഗാലക്സീസിൻ്റെ കേസിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് ഒരു അക്രീറ്റിംഗ് മെറ്റീരിയൽ നിന്ന് ഫോം ആയതാണ്. ഒരു അക്രീറ്റിംഗ് മെറ്റീരിയലാണ് ഇത് കോൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ അക്രീറ്റിംഗ് മെറ്റീരിയലുള്ള ഇതൊരു അക്രീഷൻ ഡിസ്കായി ഫോം ചെയ്ത് ബ്ലാക്ക് ഹോളിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അക്രീഷൻ ഡിസ്കിൽ നിന്നുള്ള മെറ്റീരിയൽസ് ബ്ലാക്ക് ഹോളിന് ചുറ്റുമുള്ള ഏരിയയിലേക്ക് വീഴുമ്പോൾ അത് ചൂടാവും. അതും ചെറുതായിട്ടൊന്നല്ല, ഹീറ്റ്സ് അപ് ടു മില്യൺസ് ഓഫ് ഡിഗ്രീസ് ഓഫ് കെൽവിൻ, അതായത് ദശലക്ഷക്കണക്കിന് കെൽവിൻ ഡിഗ്രീസിലേക്ക് ഇത് ചൂടാവും. മാത്രമല്ല ഈ ഒരു ഹീറ്റ് എനർജി ആക്സലറേറ്റ് ചെയ്യും ഔട്ട്വേർഡ്സ് ഇൻ ടു ജെറ്റ്സ്. അതായത് നമ്മൾ നേരത്തെ കണ്ട ഒരു റിലേറ്റിവിസ്റ്റിക് ജെറ്റ് ഉണ്ടല്ലോ, ഈ ജെറ്റ് എന്ന് പറയുന്നത് ഈ ഹീറ്റ് മൂലം പുറത്തേക്ക് ആക്സലറേറ്റ് ചെയ്യപ്പെടുന്ന എനർജിയും ഡസ്റ്റും ഗ്യാസുമാണ് ആ കാണുന്ന ജെറ്റ് എന്ന് പറയുന്നത്. സോ ഈ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളും അക്രീഷൻ ഡിസ്കും മൂലമാണ് ആക്റ്റീവ് ഗാലക്സീസിന് ഇത്രയും മാസീവ് ആയിട്ടുള്ള എനർജറ്റിക് ഔട്ട്പുട്ട് തരാൻ സാധിക്കുന്നത്. ഈ അക്രീഷൻ ഡിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഗാലക്സിയുടെ സെൻട്രൽ റീജിയനിലൊക്കെ കണ്ടുവരുന്ന ഒരു മെറ്റീരിയലാണ്. അതാണ് ഈ ഒരു മാസീവ് ആയിട്ടുള്ള എനർജറ്റിക് ഔട്ട്പുട്ടിന് കാരണം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.